Hello dear friends, welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി PSC തീരുമാനിച്ചു എന്നൊരു പത്രക്കുറിപ്പ് കണ്ടിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി ബോക്സിലാക്കിയ ഭാഗത്ത്. കേരള പോലീസിൽ ഫോറൻസിക് സയൻസ് ലാബ് സയൻറ്റിഫിക് ഓഫീസർ ഇൻ സബ്ജക്ട്സ് കെമിസ്ട്രി, ബയോളജി, ഡോക്യുമെൻറ്റ്, ഫിസിക്സ്, ഇങ്ങനെയുള്ള 4 സബ്ജക്റ്റുകളിൽ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം കെമിസ്ട്രിയിലും ബയോളജിയിലും ഡോക്യുമെൻറ്റിലും ഫിസിക്സിലും സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം നടത്താൻ PSC തീരുമാനിച്ചു എന്നൊരു പത്രക്കുറിപ്പ് കണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന് ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ കോച്ചിങ് കൊടുത്തിരുന്നു. കഴിഞ്ഞ എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിൽ 49 കാൻഡിഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ എക്സാം നടന്ന ഡേറ്റ് 19/1/2022 2022 ജനുവരി 19 എക്സാം നടന്നത്. അതിൽ 22 പേർക്ക് ഓൾറെഡി PSC അഡ്വൈസ് മെമ്മോ അയച്ചു കഴിഞ്ഞു. 21 പേരും ജോയിൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 12ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത്. ഈ ഓൾറെഡി നിലവിലുള്ള ലിസ്റ്റ്, കഴിഞ്ഞ എക്സാമിൻ്റെ ലിസ്റ്റ് 49 പേര് മെയിൻ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് 2022 ഫെബ്രുവരിയിൽ വന്നതാണ്. 2025 ഫെബ്രുവരി വരെ അത് നിലവിലുണ്ടാവും. കാരണം PSC ലിസ്റ്റിൻ്റെ ഒരു കാലാവധി നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, 3 years ആണ്. അപ്പോൾ PSC പ്ലാൻ ചെയ്യുന്നത് 2025 എന്ന് പറയുമ്പോൾ 2025 തുടക്കമാണ്, നിങ്ങൾക്കറിയാം ഫെബ്രുവരിയാണ്, സെക്കൻഡ് മന്താണ്. ഓക്കെ, അപ്പോൾ 2024 തീരുന്നതോടുകൂടി 2024 അവസാനം 2025 ആദ്യം വരെയാണ് ആ ലിസ്റ്റ് നിലവിലുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 13 മാസമാണ് ഉള്ളത്, ഒരു വർഷം, ഏകദേശം ഒരു വർഷമാണ് ആ ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോൾ ആ ഒരു വർഷത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ തന്ന് എക്സാം നടത്തി പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം PSCയുടെ പ്ലാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ നോട്ടിഫിക്കേഷൻ വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം എന്നുള്ളത് ഫുള്ളി ഫിസിക്സിലൊരു എക്സാമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് എടുത്ത് ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ് ഇവർ. അതിൽ 3 പേര് ഓൾറെഡി ജോയിൻ ചെയ്തു, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുന്നു. നോക്കൂ, ഈ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ 100% ഫിസിക്സ് ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫിസിക്സ് മാത്രമാണ് ടെസ്റ്റുള്ളത്. 100 മാർക്കിനും ഫിസിക്സ് തന്നെയാണുള്ളത്. 1 hour 15 minutesൻ്റെ ഒരു എക്സാം. ഇതാണ് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 2 പേജുകളാണ് ഞാൻ ആഡ് ചെയ്തത്. 100% ഫിസിക്സ് ആണ്. ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റിൻ്റെയോ അല്ലെങ്കിൽ നെറ്റിൻ്റെയോ ആ ഒരു ഡെപ്ത് ഒന്നുമില്ല. സാധാരണ നമുക്കറിയാം PSC വളരെ ചെറിയ ടൈം, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ടൈം വളരെ കുറവാണ് അല്ലേ. 1 മിനിറ്റിന് താഴെയാണ്. നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 75 മിനിറ്റ് ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് താഴെയാണ്. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റില്ല. എങ്കിലും ചില കാൽക്കുലേഷൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അത്രയും സിമ്പിളായിട്ടുള്ള, അത്രയും സർഫസിലെ ക്വസ്റ്റ്യൻസ് അല്ല, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ നമുക്ക് സിലബസ് കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്ക് 53 ആയിരുന്നു എന്ന് തോന്നുന്നു. 53 ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇവിടെ സിലബസ്, ഈ സിലബസ് ഇതാണ് ഇപ്പോഴത്തെ PSC സൈറ്റിൽ PSCയിൽ തന്നിട്ടുള്ള PG ലെവൽ സിലബസ്. 2020 ഈ സിലബസ് നിലവിൽ വരുന്നത്. അതിനുശേഷം 4 എക്സാമുകളാണ് ഈ സിലബസ് നടന്നത്. ഒന്ന് ലെക്ചറിൻ്റെ എക്സാമാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ എക്സാമാണ്. രണ്ടാമത് ഈ എക്സാം ആയിരുന്നു, സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ആയിരുന്നു. മൂന്നാമത് HSSTയുടെ എക്സാം. നാലാമത് HSST ഫോർ VHSCയിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഞാൻ VHST എന്ന് എഴുതിക്കോട്ടെ, വൊക്കേഷണൽ സ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചർ. VHSCയിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാം ആയിരുന്നത്. ഓക്കെ, അങ്ങനെ 4 എക്സാംസ് ഇതേ സിലബസിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ലെക്ചർഷിപ്പിൻ്റെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമായിരുന്നു. ഇത് മാത്രം ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, ബാക്കിയെല്ലാം ഒബ്ജക്റ്റീവ്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് എക്സാംസ് ആയിരുന്നു. ഓക്കെ, സിലബസിൽ 10 മൊഡ്യൂൾസ് ആണുള്ളത്. സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സർ സെപ്പറേറ്റ് മൊഡ്യൂളാണ് സിലബസിൽ. സാധാരണ ഇലക്ട്രോണിക്സിൻ്റെ കൂടെ ഒരു പാർട്ടായിട്ടാണ് മൈക്രോ പ്രോസസ്സർ നമ്മളൊക്കെ ഫിസിക്സിൽ ഡീൽ ചെയ്യാറ്. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് മൊഡ്യൂളാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള
ഒരു കോർ പേപ്പർ ഇതിലില്ല സിലബസിൽ. അപ്പോൾ ഇതാണ് പുതിയ PSCയുടെ സിലബസ്. അപ്പോൾ ഈ സിലബസിലാണ് എക്സാംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാമും ഇതിപ്പോൾ 2020 വന്നിട്ടുള്ളത്. സിലബസ് വന്നിട്ട് ഏകദേശം 3 വർഷമായിട്ടുള്ളൂ, അല്ലെങ്കിൽ 2024 ആകുമ്പോഴേക്കും 4 വർഷമാവും. ഓക്കെ, ഒരു 5-6 വർഷമൊക്കെ ഒരു സിലബസ്, ഒരേ സിലബസ് തന്നെ PSC യൂസ് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിലബസ് തന്നെയായിരിക്കും വരുന്ന എക്സാംസ് നടക്കുക, പ്രത്യേകിച്ച് സയൻറ്റിഫിക് ഓഫീസിൻ്റെ എക്സാം നടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ്. വളരെ നല്ലൊരു എക്സാമാണ്, 100% ഫിസിക്സിലുള്ള എക്സാമാണ്. ഫിസിക്സിനോട് താല്പര്യമുള്ളവർക്ക് വളരെ നന്നായിരിക്കും. 10 മൊഡ്യൂൾസ് പഠിച്ച് എക്സാംസ് എഴുതുന്നത് വളരെ നന്നായിരിക്കും. ഒബ്ജക്റ്റീവായിട്ടുള്ള എക്സാമാണ്. പിന്നെ ഇതിൽ ഈ എക്സാമിനും ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ഫിസിക്സ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോഴ്സിൻ്റെ ഇതാണ് അതിൻ്റെ കോഴ്സ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, ഫസ്റ്റ് ലൈനിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് സയൻറ്റിഫിക് യൂസർ ഫിസിക്സ് 2024 കോഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ കോഴ്സ് ഫീ നിങ്ങൾക്ക് കാണാൻ പറ്റും. 6500 ആണ് കോഴ്സിൻ്റെ ഫീ. ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി 3 ഇയേഴ്സാണ്. 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കണ്ടൻറ്റുകൾ നോക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. മെയിൻലി നമ്മുടെ ഈ പ്രാവശ്യത്തെ ക്ലാസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി ഈ സിലബസിൽ തന്നെ 4 എക്സാമിന് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞു. 4 എക്സാമിന് ഒരെണ്ണം ലെക്ചർഷിപ്പ് ഡിസ്ക്രിപ്റ്റീവും ബാക്കി 3 എക്സാമുകൾ ഒബ്ജക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ സിലബസിലുണ്ട്, കംപ്ലീറ്റ് സിലബസിലുണ്ട്. അപ്പോൾ എടുത്തു തീരാത്ത പ്രശ്നമൊന്നും ഒരിക്കലും വരില്ല. കാരണം വെച്ചാൽ കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. HSST ഒക്കെ വളരെ സമയമെടുത്ത് തന്നെ ചെയ്തിട്ടുള്ള, നേരത്തെ തന്നെ തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസിനെ ഡിപ്പെൻഡ്, തുടക്കം തൊട്ട് തന്നെ ഈ സിലബസ് തന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു. നമുക്കറിയായിരുന്നു HSST ഇതിലാണ് നടക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ വീക്കിലും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ സ്റ്റുഡൻസിന് കൊടുക്കും, ക്ലാസ്സുകൾ കൊടുക്കും. അത് പഠിച്ച് എക്സാം എഴുതുക, ടെസ്റ്റ് എഴുതുക. അപ്പോൾ ആ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻ വീക്കിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കും. വീക്കെൻഡിൽ അതിൽ എക്സാം എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനെ സമീപിക്കുമ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. പരമാവധി ക്വസ്റ്റ്യൻ, ജസ്റ്റ് സബ്ജക്റ്റ് പഠിച്ചാൽ ആ പോർഷൻ നമ്മൾ സിലബസ് പഠിച്ചാൽ മാത്രം പോരാ. പരമാവധി ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 1000-ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾറെഡി തന്നെ നമ്മുടെ കഴിഞ്ഞ കോഴ്സുകളിലായിട്ട് നമുക്ക് വലിയൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആപ്പിലുണ്ട്. അതുപോലെ ടെസ്റ്റ് പേപ്പറുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സ് റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ, എല്ലാ 10 മൊഡ്യൂളിലും കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സുകളുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ലൈവ് ക്ലാസ്സുകളുടെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിൽ ഇൻക്രീസ് ചെയ്യും. ടെസ്റ്റ് പേപ്പറുകളുടെ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാധാരണ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സമയം ഈവനിങ് 7 to 8 ആണ് ലൈവ് ക്ലാസ്സിൻ്റെ ഒരു സമയം. അപ്പോൾ ഇതാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. കോഴ്സിൻ്റെ ഫീ ഞാൻ പറഞ്ഞു 6500 ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയൊരു ഫീസായിരുന്നു വാങ്ങിക്കേണ്ടി വന്നത്. എല്ലാം ലൈവ് ക്ലാസ് ആയിട്ട് എടുക്കേണ്ടി വന്നിരുന്നു. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ളൊരു ഫീ ആണ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരുന്നത്. ഏകദേശം 20,000 അടുത്ത് ലെക്ചർഷിപ്പിൻ്റെ എക്സാമിനും സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാമിനൊക്കെ അത്രയും ഫീസ് വാങ്ങിക്കേണ്ടി വന്നിരുന്നു. കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. എല്ലാ പേപ്പറും ലൈവായിട്ട് നമ്മൾ കവർ ചെയ്യണം. ഒത്തിരി ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. 6-7 പേരെ കൂടിയിട്ടാണ് ആ 10 മൊഡ്യൂൾസും. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് 10 മൊഡ്യൂൾസും അങ്ങനെ കവർ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ 6 പേര് ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ നമ്പർ കാണാൻ പറ്റും. ആ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.